കോമൺവെൽത്ത് നേഷൻസിന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ഷെർലി ബോച്ച്വേ. ആഫ്രിക്കയിലെ ഘാന എന്ന രാജ്യത്തു നിന്നുള്ളവരാണ് ഷെർലി ബോച്ച്വേ. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സ്വദേശ് മെഗാ ക്യൂസിന്റെ സബ് ജില്ലാതല മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി തിരഞ്ഞെടുത്ത ചോദ്യങ്ങളടങ്ങിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 2025 ഏപ്രിൽ 18 അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ എ ജയതിലക്. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലിന്റെ പേര്? ഉത്തരം ഹൾ 096. അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിനും തൊട്ട അയൽരാജ്യമായ ഉറുഗ്വേക്കുമിടയിൽ സർവീസ് നടത്താനാണ് ഈ കപ്പൽ ഉപയോഗിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച ഇന്ത്യൻ സൈനിക നടപടി മാധ്യമങ്ങൾക്ക് വിശദീകരിക്കുന്നതിന് ഹാജരായ കരസേന ഓഫീസർ കേണൽ സോഫിയ ഖുറേഷി. വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരും പത്രസമ്മേളനത്തിൽ ഹാജരായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അണക്കെട്ടുകൾ, രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന അണക്കെട്ടുകളെ. 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഉത്തരം കവി പ്രഭാവർമ്മ. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ കയറിയ ഷെർപ്പ വിഭാഗത്തിൽപ്പെട്ടതല്ലാത്ത ആൾ ആര്? ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂളിന് 51 വയസ്സാണ് പ്രായം. ഇതിനിടയിൽ 19 തവണ എവറസ്റ്റ് കൊടുമുടി അദ്ദേഹം കയറിയിട്ടുണ്ട്. ഗൂഗിൾ അവതരിപ്പിച്ച ത്രിമാന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനത്തിന്റെ പേര്? ബീം എന്നാണ് പേര്. ആരംഭഘട്ടത്തിൽ ഇതിന്റെ പേര് പ്രോജക്റ്റ് സ്റ്റാർലൈൻ എന്നായിരുന്നു. ഈയിടെ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ വാൽമീക് ഥാപ്പർ ഏതു ജീവികളുടെ സംരക്ഷണത്തിനാണ് ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചു വന്നത്? കടുവ സംരക്ഷണം. ജീവിക്കുന്ന ഫോസിൽ എന്ന് അറിയപ്പെടുന്ന 2016 HO3 എന്ന ഛിന്നഗ്രഹത്തെ പഠിക്കാൻ ചൈന വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേര്? ടിയാൻവെൻ 2. ആൽപ്സ് പർവ്വതത്തിൽ നിന്നുള്ള മഞ്ഞുമല വീണ് സ്വിറ്റ്സർലൻഡിലെ ബ്ലാറ്റൻ ഗ്രാമം തകർന്നു പോകാൻ കാരണമായ ഹിമാനിയുടെ പേര്? ബെർച്ച് ഗ്ലേഷ്യർ. 2025 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI അതിലെ ജനറൽ മാനേജർ പദവിയിൽ നിന്നും വിരമിച്ച മലയാളി ഒളിമ്പിക് കായിക താരം ഷൈനി വിൽസൺ. ഭാരതീയ കരസേനയുടെ ഹാൾ ഓഫ് ഫെയിം എവിടെയാണ്? ലഡാക്കിലെ ലേയിലാണ്. ഉപഗ്രഹാധിഷ്ഠിതമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിട്ടുള്ള കമ്പനി ഏതാണ്?
ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന കമ്പനി. സ്റ്റാർലിങ്ക്. UN രക്ഷാസമിതിയുടെ ഭീകരവിരുദ്ധ കമ്മിറ്റിയുടെ സഹാധ്യക്ഷ സ്ഥാനവും താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ച രാജ്യമേത്? ഉത്തരം പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഇറാനെതിരായി ഇസ്രയേൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിക്ക് നൽകിയ പേര്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഗാന്ധിയും ഗോഡ്സെയും കവിതയുടെ രചയിതാവ് ആര്? NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. വിജയം കൊതിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും. ഉണ്ണീസ് വിജയപാത. നിങ്ങളോ? തൊട്ടുകൂടായ്മക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം? വിരാജ് എന്ന ആനയാണ് ചിഹ്നം. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഇൻകം ടാക്സ് ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? ഒമാൻ. ഒമാനാണ്. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്താനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ പേര്? ബ്രോങ്കോ ടെസ്റ്റ്. ബ്രോങ്കോ ടെസ്റ്റ്. 5 ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് ഇനി. അവ ഏതൊക്കെയെന്ന് നോക്കാം. പുതിയ കണ്ടെത്തൽ അനുസരിച്ച് സൗരയൂഥത്തിലെ ഏതു ഗ്രഹത്തിന്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത്? ബുധൻ. മെർക്കുറിയുടെ വലുപ്പം. ഈയിടെ അന്തരിച്ച ലോകത്തെ ഏറ്റവും ദയാലുവായ ന്യായാധിപൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന USA ജഡ്ജിയുടെ പേര്? ജസ്റ്റിസ് ഫ്രാങ്ക് കാപ്രിയോ. ജസ്റ്റിസ് ഫ്രാങ്ക് കാപ്രിയോ. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖം, കണ്ട്ല. ഗുജറാത്തിലാണ് കണ്ട്ല തുറമുഖം. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നെഹ്റു തൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആരുടേതാണ് ആ പ്രതിമ? എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ പ്രതിമയാണത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖുദീറാം ബോസ്. 18 വയസ്സായപ്പോഴാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. 1908 ആഗസ്റ്റ് 11 മുസഫർപൂരിൽ വധശിക്ഷയ്ക്ക് വിധേയനാകുമ്പോൾ അദ്ദേഹത്തിന് വെറും 18 വയസ്സായിരുന്നു പ്രായം. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഓടി വിളയാട് പാപ്പാ എന്ന് തുടങ്ങുന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ ശരിയുത്തരം കമന്റ്സിൽ എഴുതൂ ഇപ്പോൾ തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.